ശബരിമലയിൽ പൈങ്കിനി ഉത്രം ഉത്സവത്തിന് കൊടിയേറി തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റം. 11-ാം തീയതി പമ്പയിൽ ആറാട്ട് നടക്കും. ഉത്സവം, വിഷു, മേടമാസ പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18-നാണ് നട അടയ്ക്കുക. അയ്യപ്പസ്വാമിക്ക് ഇനി തിരുവുത്സവ നാളുകൾ. രാവിലെ 9:30-ക്ക് ശേഷമുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരര്, തന്ത്രി ബ്രഹ്മദത്തൻ, മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തൃക്കൊടിയേറ്റി. നാളെ മുതൽ ഉത്സവബലി തുടങ്ങും. 6-ാം തീയതി മുതൽ വിളക്കെഴുന്നള്ളിപ്പ്, 10-ാം തീയതി ശരംകുത്തിയിലേക്ക് പള്ളിവേട്ട, 11-ാം തീയതി രാവിലെ 11 മണിക്ക് പമ്പയിൽ ആറാട്ട്. ഉത്സവം, വിഷു, മേടമാസ പൂജകൾക്കായി തുടർച്ചയായ 18 ദിവസമാണ് നട തുറക്കുന്നത്. മിനി തീർത്ഥാടന കാലത്തിന് സമാനമായ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ജനൻ ടിവിയോട് പറഞ്ഞു. ഇതൊരു മിനി സീസൺ അല്ലേ, ഈ വിഷു എന്ന് പറയുന്നത് ഒരു മിനി സീസണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഫോഴ്സ് ഇവിടെ വരും. പിന്നെ KSRTC കൂടുതൽ സർവീസുകൾ ഉണ്ടാവും, ആരോഗ്യ പ്രവർത്തകർ കൂടുതലുണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു മിനി സീസൺ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണോ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്തരം ക്രമീകരണങ്ങൾ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരുക്കിയിട്ടുണ്ട്. ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ടുള്ള ദർശന രീതി തുടരും. തിരക്ക് വർദ്ധിച്ചാൽ 2 മിനിറ്റ് കൊണ്ട് ഭക്തരെ ഫ്ലൈ ഓവറിലേക്ക് മാറ്റും. ഒരു 50,000-ൽ പരം ആളുകൾ അധികമായി വന്നാൽ ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റ് ഉണ്ട്, 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ പഴയ ക്രമത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇനി മുതൽ ശബരിമലയിൽ നേരിട്ട് തൊഴുവാനുള്ള സംവിധാനം ഉണ്ടാവും. 14-ാം തീയതി വിഷുദിനത്തിൽ പുലർച്ചെ 4 മണിക്ക് വിഷുക്കണി ദർശനം തുടങ്ങും. പൂജകൾ പൂർത്തിയാക്കി ഏപ്രിൽ 18-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. മനം നിറയെ അയ്യപ്പസ്വാമിയെ ഭജിച്ച് ഭഗവാന്റെ തിരുവുത്സവവും വിഷുവും വരവേൽക്കുകയാണ് ഭക്തജനങ്ങൾ. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.